ട്രോമ ബോണ്ടിങ്. എന്താണ് ഈ ട്രോമ ബോണ്ടിങ്? നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഒട്ടും നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടും ആ റിലേഷൻഷിപ്പിൽ തന്നെ തുടർന്ന് പോകുന്നതിനെയാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മൾ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലിയിലുള്ള സിബ്ലിങ്സായിട്ടുള്ള റിലേഷൻഷിപ്പ്, റിലേറ്റീവ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, എന്തുവാകട്ടെ, നിങ്ങളായിരിക്കുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്നിട്ടും അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും മാത്രം നിങ്ങളൊരാൾ മാത്രം വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് വെച്ചാൽ. അപ്പുറത്ത് നിൽക്കുന്ന ആളുമായിട്ടൊരു ബോണ്ട്, അവർ എത്ര നമ്മളെ ഉപദ്രവിച്ചാലും അവർ എത്ര നമ്മളെ ഇട്ട് പീഡിപ്പിച്ചാലും നമ്മൾ ആ റിലേഷൻഷിപ്പിൽ തന്നെ മുന്നോട്ട് പോകും. ഇത് ഫിസിക്കലി ആവണമെന്നില്ല, ചിലർ ഇമോഷണലി നല്ലോണം ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാലും അങ്ങനെ കഴിയുന്നതിനെയാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞത്. ഈ ട്രോമ ബോണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ മാത്രമായിരിക്കും എപ്പോഴും സഫർ ചെയ്യുന്നത്. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഏതൊരു റിലേഷൻഷിപ്പും മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ രണ്ടാളുകളും അഡ്ജസ്റ്റ് ചെയ്യണം, രണ്ടു പേരും സാക്രിഫൈസ് ചെയ്യണം, രണ്ടു പേർക്കും പേഷ്യൻസ് ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമ ബോണ്ടിങ് ഉണ്ടോ എന്ന്. ബൈ.